ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നാട്ടിലെ എന്റെ അവസാനത്തെ ട്രിപ്പാണ്. കഴിഞ്ഞ ദിവസത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്തപ്പോൾ ഞാൻ ഒരു യാത്ര പോകുന്നുണ്ടെന്ന് പറഞ്ഞാണ് നിർത്തിയത്. ആ യാത്ര എന്താണ്, എന്തിനെ കുറിച്ചാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറയാനും മാത്രമുണ്ട്, പക്ഷെ ഞാൻ ആ കാര്യം തൽക്കാലം ഇപ്പൊ പറയുന്നില്ല. അതല്ല എന്റെ ചെറിയ ഞാനിപ്പോ കറന്റ് ഉള്ളത് അതിരപ്പള്ളി. ഞാൻ ഏതൊരു 6-7 കൊല്ലത്തിന് മുന്നെയാണ് ലാസ്റ്റ് അതിരപ്പള്ളി വന്നത്. അതിനുശേഷം എനിക്ക് കൂടെ വരണമെന്ന് തോന്നിയിട്ടില്ല. നമുക്കൊക്കെ എപ്പോഴും ഈ യാത്ര നാട്ടിൽ പോകണമെന്ന് തോന്നുമ്പോൾ വയനാട്, മൂന്നാർ, വാഗമൺ ഇതൊക്കെയല്ലേ അറിയുള്ളൂ. പിന്നെ ഒരു ഊട്ടി, കൊടൈക്കനാൽ, അതിരപ്പള്ളിയൊന്നും നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യത്തില്ല. അപ്പൊ ഞാൻ എറണാകുളത്ത് ഉണ്ടായിരുന്നേ. ഇന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നോണ്ട് ജസ്റ്റ് ഒന്ന് കറങ്ങി അടിച്ചൊക്കെ പോവാന്ന് വിചാരിച്ചു. ഇനി ഈ പച്ചപ്പും ഹരിതകവും എനിക്കത് കിട്ടാറില്ല. ഓക്കെ, ഈ പച്ചപ്പൊന്നും എന്തായാലും ദുബായിൽ പോയി കഴിഞ്ഞാൽ കാണാൻ കിട്ടത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. പിന്നെ അതിരപ്പള്ളി വാട്ടർഫോൾ എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ബാഹുബലി മൂവിയിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു സീനല്ലേ. എങ്ങനെ നിൽക്കുന്നേടാ നിന്നെ ഞാൻ കൂ എന്ന് വിളിക്കും അതിനുശേഷം. എങ്ങനെ നിന്ന് കഴിഞ്ഞാല് ആ ഒരു സ്ഥലം ഒന്ന് കാണുന്നുണ്ട്. നമ്മള് എൻട്രിക്ക് മുന്നേ ആയിട്ട് ഫുഡ് ഒരുപാട് നടക്കണതിന് നടന്ന് ഒരു 2 കിലോമീറ്റർ തിരിച്ചു കയറുമ്പോഴാണ് നമ്മുടെ 2 കിലോമീറ്ററോ? 2 കിലോമീറ്റർ ഗോഡ്. ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചോടാ. അപ്പൊ നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാം. അതിനുശേഷം ഞാൻ ആഗ്രഹിച്ചു വന്നത് ബിരിയാണി ആയിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയത് ഇത്. ഞാൻ നോർമലി ചോറ് കഴിക്കാറില്ല കേട്ടോ. 4 മണിക്ക് ഇതെങ്കിലും കിട്ടിയത് വലിയ കാര്യം. സമാധാനിക്കില്ലേ? വയറക്കുള്ളതല്ലോ നമ്മുടെ. നിനക്കെന്താ, നമുക്ക് പെരുന്നാള് കിട്ടിയിട്ട് ഫിഷ് കറി വേണോ നിനക്ക്? ഫിഷ് കറിയിൽ ഫിഷ് ഒന്നും ഇല്ല. അടിപൊളിയോ? മീൻ ചേട്ടൻ എങ്ങനെയുണ്ട്? ഉള്ളതിനെ പറ അല്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ആരെ പോയി കാണുന്ന എനിക്കുപ്പൊന്നും തോന്നിയില്ലല്ലോ. നിന്നെ ചതിച്ചാ അവര്. തോന്നില്ല. ചൂടില്ല അല്ലേ? അപ്പൊ 2 സോഡാ പറ്റില്ലെന്നല്ലേ പറഞ്ഞു. പിന്നെ ഏതാ ഉള്ള തണുത്ത എന്താ ചേട്ടാ? നല്ല തണുത്ത എന്താ പെപ്സി? നിനക്ക് എന്താ വേണ്ടത്? ചോണ പോരാ അല്ലേ? പെപ്സി നല്ല തണുത്ത ഒരെണ്ണം മതി. 40 ഒരു പെപ്സി. സൂപ്പർ. എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ഉപ്പ. അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടാത്ത. എനിക്കറിയില്ല. എനിക്ക് നീ നോക്ക് ഇതും ഇങ്ങോട്ട് എടുക്ക്. നീ രണ്ടുണ്ടല്ലോ ഇത്. പെയ്ഡാണോടാ ഇവിടെ? ഇഷ്ടപ്പെട്ടു. പൈസ വാങ്ങിച്ചോ? എനിക്ക് ചേച്ചിമാരെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു മീനും കൂടി പോരും, പുഴമീൻ. അതും സിലോപ്പിയുടെ മുകളിൽ നിൽക്കുന്ന ഏതോ പുഴമീൻ. ചേച്ചി എന്തോ പേര് പറഞ്ഞു, മനസ്സിലായില്ല. ചൂരാന്ന് പറഞ്ഞേ. എന്തോ പറഞ്ഞു. നിന്റെ യഥാർത്ഥ ഭംഗി ഇതിൽ കാണുന്നില്ല കേട്ടോ. നോക്കട്ടെ വീഡിയോ നോക്കട്ടെ. എത്ര വർഷം ചേച്ചി? 45 വർഷമോ? ഒറ്റയ്ക്കാ ചേച്ചി തന്നെ എല്ലാം ചെയ്യുന്നത്? സൂപ്പർ വർഷമാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടു. പക്ഷെ വയസ്സിന്റെ കാര്യത്തില് നമുക്ക് എതിർപ്പുണ്ടില്ല. കേൾക്കുമ്പോ 65 വയസ്സ്, 50 വയസ്സ് അതിന്റെ മുകളിലോട്ട് പറയാ. അല്ല, അത് തോന്നില്ല. 65 വയസ്സെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ആഹാരം അപ്പം ചെറിയ പ്രായം തൊട്ട് അധ്വാനിക്കാൻ തുടങ്ങിയതാണ്. വീട്ടുകാരൊക്കെ ഉണ്ട്? ഭർത്താവ് ഉണ്ടായില്ല? ഒരാൺകരുത്തില്ലെങ്കിലും സ്ത്രീ കരുത്ത് കണ്ടോ? അതെ, നിങ്ങളെന്നും വില കുറച്ച് കാണണ്ടെന്നുള്ള മനസ്സിലായില്ലേ? ചേച്ചി നമ്മുടെ പ്രോഗ്രാം കാണുന്ന ആളാ കേട്ടോ. ചേച്ചി പ്രത്യേക ചേച്ചിയുടെ മക്കളൊന്ന് നമ്മളോട് ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടു.
ഇത് സ്പെഷ്യലായിട്ട് കൊടുക്കണം കേട്ടോ. ഞാനിത് വേണമെങ്കിൽ ഫ്രീ ക്യാപ്പ് കൊടുക്കാം. സ്പെഷ്യലായിട്ട് കൊടുക്കണം. ഈ സമയത്തൊക്കെ ഊണ് കിട്ടാന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. 4 മണി. ഞാൻ കഴിക്കാനാ. അയ്യോ, ഇതെങ്ങാനും കയ്യില് കൊണ്ടുനടന്ന കുരങ്ങും. സ്നേഹം കണ്ടോ നീ? ചേച്ചിയുടെ സ്നേഹം എനിക്ക് മനസ്സിലായി. പക്ഷെ ഇത് നീ പോക്കറ്റ് ഇടോ, പോക്കറ്റ് ഇടോ. നീ കഴിച്ചോ? അത് നമ്മള് പറഞ്ഞു വന്നത് ഈ ഒരു ടൈമില് ഊണ്. അതാ ഇവന് ഊണ് തന്നെ മതി. ഞാൻ ബിരിയാണി കഴിക്കാണ്ടിട്ട് അവിടെ വരുന്ന തരത്തിൽ 1-2 ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കിട്ടിയില്ല, സമയം കഴിഞ്ഞുകൊണ്ട് പോയി. ഫുഡൊക്കെ നല്ല ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് തോന്നിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ആ ചേച്ചിയുടെ സ്റ്റോറിയാണേ. എനിക്ക് ഒന്നാമത് ഇങ്ങനെ സ്ത്രീകള് വലിയ പൊസിഷനിൽ എത്തുക, അല്ലെങ്കിൽ സ്ത്രീകൾ ഭയങ്കരമായിട്ട് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അച്ചീവ് ചെയ്യുന്നൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്തൊരു പ്രത്യേകതരം ഹാപ്പിനെസ് ആണ് ഉണ്ടാവാറ്. ഇന്നത്തെ കാലഘട്ടത്തിലാണെന്നുണ്ടെങ്കിലേ ഒരുപാട് സ്കോപ്പുകളുണ്ട്, അവസരങ്ങൾ ഒത്തിരി ഉണ്ട്. നമുക്ക് എന്താ പറയാ, രക്ഷപ്പെടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. പക്ഷെ ഇത്രയും കൊല്ലങ്ങൾക്ക് 45 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒറ്റയ്ക്ക് ഒരു ഡിസിഷൻ എടുത്ത് കുട്ടികളെയൊക്കെ ആയിട്ട് എന്താ പറയാ, സമൂഹത്തില് ഈ ഒരു നിലയിൽ ഇപ്പൊ എത്തണം. അവർക്ക് അത്യാവശ്യം നല്ല സ്വത്തൊക്കെ ഉണ്ട് കേട്ടോ. ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞു, ഞാൻ അത് ഇതിൽ എടുത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് കേൾക്കുമ്പോഴത്തേക്കും ഓ വലിയ സെറ്റപ്പാണ്. നമ്മൾ പോലും ആ ഒരു സ്റ്റേജിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇനി ഓടാൻ കിടക്കുന്നുണ്ട്. യെസ്, എന്റെ ഫാൻ എവിടെയാ കണ്ടിട്ടുണ്ടല്ലോ? എന്താ ചെയ്യുന്നത്? യൂട്യൂബിലൊക്കെ ബ്ലോഗ് ചെയ്യുന്ന. അയ്യോ, അകത്ത് കയറ്റി വിടുന്ന എനിക്കറിയില്ല. 5 മണി എങ്ങാണ്ടൊക്കെ ഉള്ളൂ. ഇപ്പൊ തന്നെ 4:30 ആയി. അതെ അതെ. ഇവൻ ചവിട്ടി എന്റെ ഡ്രസ്സ് കീറി. ആണേ, സത്യം. ഇത് നോക്കിക്കേ, ഇവനാ ചവിട്ടിയത്. പറ്റത്തില്ല, എനിക്ക് പുതിയ ഡ്രസ്സ് വേണം. നോക്കിക്കേ, ഇതെങ്ങനെ ഞാൻ ഇട്ടെടുക്കും? ഇടും ഇടും. നോക്കിക്കേ, നിന്നടാ എന്റെ ഡ്രസ്സ് കീറിയ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ചവിട്ടി. വാച കർമ്മണ. ഞാൻ അറിഞ്ഞിട്ടില്ല. വെറും കള്ളനാ. മനസ്സാ വാച കർമ്മണ. നിനക്കറിയാവുന്ന നോക്കട്ടെ പറയാം. മനസ്സാ വാച കർമ്മണ. എനിക്കറിയാം. എനിക്കെന്തേ? അയ്യോ, മികവിൽ ഞാൻ അമ്പരന്നിരിക്കുന്നു. എന്ത് രസമുള്ള വഴിയാ നോക്കിക്കേ. രസമുള്ള വഴിയാ, പക്ഷെ ചൂടാ ഭയങ്കര. ഞാനേ എന്റെ കാണിക്കാത്ത. എനിക്ക് മനസ്സിലായില്ലടാ, ഞാൻ എന്താ കാണിക്കാത്ത. അതെ, എന്നോട് സംസാരിച്ച് ഞാൻ മറന്നുപോയി. അതുകൊണ്ട് എനിക്കിതൊന്നും എടുക്കാൻ പറ്റിയില്ല. കൊള്ളാം. ഇതെന്താണെങ്കിലും നമുക്ക് ഇതിലെ കൂടെ ആട്ടോ പോകണ്ടേ. നമ്മൾ താഴത്തോട്ട് പോകണം. നമുക്ക് ആദ്യം അവിടെ പോയി മുകളിൽ നിന്നുള്ളൊരു വ്യൂ രണ്ടെണ്ണം എടുത്തോ. എന്നിട്ട് നമുക്ക് ഇതിലിറങ്ങി ഇങ്ങനെ പോകാം. എല്ലാത്തിനോട് കുറച്ച് സമയമേ ഉള്ളൂ. 6:30 മുമ്പ് നമ്മൾ കയറി വരണം. ഞാൻ എങ്ങനെ ഇറങ്ങുവളിയാ? എന്താ ഇത്ര വെള്ളമുള്ളൂ? ഇത് കാണാൻ നമ്മൾ വന്ന്. അപ്പൊ നമ്മൾ മുകളിൽ നിന്നുള്ള വ്യൂ. അത് തന്നെയാ. അല്ല, മുകളിൽ നിന്നുള്ള വ്യൂ ഇതല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ സാങ്കല്പികത്തിലെന്ന് പറയുമ്പോ ഈ മേഖലയിൽ കൂടെ ഇങ്ങനെ വെള്ളം പോകുന്നതാ. ഈ പാർക്കറ്റിന്റെ മണ്ടയിൽ നിന്ന് ഇങ്ങനെ വീണിട്ടുള്ള ആ വെള്ളം ഇല്ല ഇവിടെ ഇപ്പൊ ഈ സമയത്തില്ല. ഇവിടെ ഒക്കെ നിറയണോ? കാണാൻ പറ്റും. ഇല്ലല്ലോ, ഒന്നും പറ്റില്ല. ചത്തിട്ടില്ല, ജീവനോടെണ്ടടാ. ജീവനോടെ. അയ്യോ അയ്യോ, കരിഞ്ഞില്ലാണ്ടായി. എന്താ തെറിച്ചത്? മഴക്കാലം. നമ്മള് മേലെ പോവാണോ? അങ്ങോട്ട് പോകുന്നില്ല? ആ വെറിച്ച വെയിലത്ത് പോയി കുറച്ചിരുന്നുണ്ട്, ഉരുകുന്നില്ല. എന്റെ അമ്മേ, നമ്മുടെ ലജ്ജാവതി സിനിമയിലെ സോങ് ഇല്ലേ, അതുപോലെ താഴെ നിന്നുള്ള വ്യൂ കണ്ട്, അല്ല മെകളിൽ നിന്നുള്ള വ്യൂ കണ്ട് നമ്മളിനി അടുത്ത് അടി പോയിന്നിട്ട് മെകളിൽ നിന്ന് വീണ കാണാൻ പോവാ. മോളെ, നിനക്ക് സംസാരിക്കാൻ പോലുള്ള ജീവനില്ലേ? ഇല്ലടാ. അയ്യോ, ഇതാ പറയുന്നത്, ശരീരം അനങ്ങാത്തവർ നടന്നാൽ ഇങ്ങനെ ചക്രശ്വാസം വലിക്കേണ്ടി വരും. ഇതാണല്ലേ ചക്രശ്വാസം? ഇതിനാണ് ചക്രശ്വാസം. അയ്യോ അയ്യോ, പോരാത്തിന് ബ്ലാക്ക് ഡ്രസ്സും കൂടി ഇട്ടിട്ടേ. ഹലോ, ഇവൻ പിന്നെ ഞാൻ ബ്ലാക്ക് ഡ്രസ് ആണെന്ന് അറിഞ്ഞിട്ട് പോയിട്ട് പുതിയത് എന്നോട് ചോദിച്ച് ബ്ലാക്ക് ആണോന്ന് പടച്ചോട് ചെയ്തിടരുത് കേട്ടോ. എന്റെ ജീവിതം തകർക്കൂലേ. ചുമ്മാ കേട്ടോ, അത് കോയിൻസിഡന്റ് ആണ്. കോയിൻസിഡന്റ് ഒന്നും അല്ല. ഇവിടെ എന്നോട് പ്രത്യേകം ചോദിച്ചു, അതുകൊണ്ട് ജീവിതത്തിൽ ഇടാൻ പറ്റാത്തോണ്ട് എങ്ങനെ ആക്കി തരുത്? ഞാൻ ഇടും ഇടും ഇടും. ഡ്രസ്സിലൊക്കെ എന്തിരിക്കുന്നു?
അയ്യോ ഇങ്ങനെ ഞാൻ ഇറങ്ങുമല്ലയാ. പയ്യെ പറഞ്ഞാൽ ഇനി വെച്ചോ മതി 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 അവിടെ താഴെ ഇതുകൊണ്ടോ നീ ഇതൊന്നും ആയില്ല. ഇങ്ങനെ കറങ്ങി 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 ഇങ്ങനെ ഒരു 2 കിലോമീറ്റർ എന്തോ വൈരാഗ്യം ഉണ്ടോ തീർക്കാൻ വേണ്ടി കൊണ്ടുവന്നാണെന്നുള്ള എനിക്ക് മനസ്സിലായി. സ്ഥലത്തിനെ കൊണ്ട് തന്നെ അടിക്കാറില്ല. അടിക്കണം. ഇത്രയൊന്നും കഷ്ടപ്പെടുത്തില്ലടാ എന്നെ. മൂന്നാർ പോയാലും 6 പോയാലും ഈ രസം കിട്ടത്തില്ല. അത് സത്യം. ഇവിടെ ഒന്ന് ചോദിര്. ഇത് നല്ലപോലെ വെള്ളച്ചാട്ടം ഉണ്ടോ? ഹിന്ദി തമിഴ് നല്ല വെള്ളച്ചാട്ടം ശരിക്ക് ഇല്ലയാ? കുറച്ചേ ഉള്ളൂ. അവിടെയാ നഷ്ടമാണോ പോകുന്നത്? താഴെ വരെ പോകുന്നത് പോക വേണമാ? അയ്യോ നീ എന്നെ ഇതുവരെ കൊണ്ടുവന്നിട്ട് എന്തായാലും പോയി കണ്ടേക്കാം. നീ ചോദിക്കണ്ടായിരുന്നു അവരടുത്ത്. ചോദിച്ചപ്പോ ഉള്ള മൂട് പോയി. അതെ. അയ്യോ ഇതൊക്കെ മകളിൽ കേറണ്ടേ മോനെ? അതുപോലെ തന്നെ ഇങ്ങനെ നിക്കുന്നേ ആണല്ലേ? എന്താ ചെയ്യാൻ പോകുന്നത്? അല്ല കയ്യിലും കൊണ്ട് കൊടുത്തുന്ന പോലെ എടുത്ത് കൊടുത്ത് തിരിച്ചുകൊണ്ട് പോകുന്ന ഓരോരുത്തര്. ആ കമോൺ വാ. ഓ ഭയങ്കര സെറ്റപ്പ്. ഇപ്പൊ ഭയങ്കര സെറ്റപ്പായി. അതാണ് പറയാൻ പോകുന്നത്. ഫൈനലി അല്ല എനിക്കതിൽ ഭയങ്കര അത്ഭുതം തോന്നുന്നില്ല. കാരണം നമ്മളെക്കാളും പ്രായം ചെന്ന ആൾക്കാരും പിന്നെ കുട്ടികളൊക്കെ കൊണ്ട് ഒത്തിരി ആൾക്കാർ ഇറങ്ങണ കണ്ടപ്പോ ഇതൊക്കെ ഒരു നിസ്സാരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അന്ന് വഴി ഭയങ്കര കുറച്ച് നല്ല കാലിനും സന്ധിവേദന സന്ധിവാദം മുതലായ കേക്ക് നിനക്ക് സന്ധിവാദം പ്രായത്തിന്റേതായിട്ടുള്ള സന്ധിവാദം നിനക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിന്നെ പോലുള്ളവർക്ക് ചിലപ്പോ സാധ്യമല്ല. എങ്ങനെ എന്റെ നോക്കി നീ വേർത്ത് കുളിച്ചിട്ട് ചുമന്നു, മുഖമൊക്കെ ചുമന്നു. നീ വെയിൽ കൊള്ളാറുണ്ടോ? വിറ്റമിൻ ഡി ഉണ്ടോ നിനക്ക്? അതിന്റെ ഈ സന്ധിവാദം മുതലായ നിന്നെ പോലെ സന്ധിവാദ രോഗങ്ങൾ. ചേട്ടാ പോവാൻ ടിക്കറ്റ് ഉണ്ടോ? 2 ചേട്ടനോട് വരാം. താഴെ എത്തിയപ്പോഴത്തേക്ക് അവന്റെ സ്വഭാവം കണ്ടില്ലേ? ചെറിയുമ്പോഴും സ്വഭാവ. നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം. കേൾക്കാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം പറയാം. ഇവിടെ ചുമന്നോടെ ഇവിടെ വരെ എത്തിച്ചാൽ അത്രയും ശേഷിയില്ലാത്ത ഒരു ലേഡിയെ ഇവിടെ വരെ എത്തിച്ച എന്നോട് ഇവിടെ പറഞ്ഞതായിപ്പോ വളരെ മോശം. അതെ അതെ എല്ലാരും വിശ്വസിച്ചു. അങ്ങോട്ട് പോ. ഇവിടെ കളം അങ്ങോട്ട് നീ ഒന്ന് ബുക്ക് വെച്ചത്. ഉറപ്പല്ലേ? ഇവിടെ ഇവിടെ ചവിട്ട് കേട്ടോ. അതിലോട്ട് കയറും. അങ്ങനെ നേരെ അവിടെ വരെ എത്താം. ഇനി എവിടെ ചവിട്ടണം അറിയാമോ? ഇവിടെ എത്തിപ്പിടി. ആ ഇത്രേ ഉള്ളൂ. ഇത് കാണാൻ നമ്മുടെ താഴോട്ട് വന്നേ. ഇതൊന്നും അല്ല. ഇവിടെ ഇതൊന്നും അല്ലായിരുന്നു. ചാറ്റിലടിക്കുമായിരുന്നു. ചാറ്റിലോ? ഇവിടെ ഒന്നുമില്ല. ഞാൻ ഈയിടെ എവിടെ പരിപാടി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇതാ എന്റെ അവസ്ഥ. മറ്റേ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ആ ബാഹുബലി സിനിമ മനസ്സിൽ ഓർത്തിട്ട് ഇത് കണ്ടപ്പോ വിഷമം വരണോ? ഞാൻ ഒന്ന് മാറിയിരുന്ന് കരയട്ടെ ആരും കാണാണ്ട്. അതെ നമ്മളിവിടെ പരിപാടി വെച്ചിട്ട് അവസ്ഥ മനസ്സിലാക്കുന്നു. ഇപ്പം ആ മഴക്കാലം നല്ല സീസണിലുണ്ടല്ലോ. ഇത് മൊത്തം ഇങ്ങനെ അതായത് ഒരു 100 മീറ്ററില് വെള്ളച്ചാട്ടമായിരുന്നു. ചെന്നൈക്ക വ്ളോഗർ അല്ലടാ, ജന്നഡ വ്ളോഗർ. ഇവിടെ പ്രശസ്ത വ്ളോഗറായ ഞാൻ പോലും മുട്ടുകുത്തി. അതെ അതെ അമ്മേ സത്യം 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 നമ്മളെ കൊണ്ട് ശരിക്കും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാര്യം നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഇത് കിട്ടിയില്ലല്ലോ. ഇതുണ്ട്, ഇത്രേ ഉള്ളൂ. ആ ബാഹുബലിയിലത്തെ പോലത്തെ സെറ്റപ്പ് ഒന്നും ഇല്ല. അല്ല മെയിൻ പ്രശ്നം എന്താണെന്നറിയോ? ബാഹുബലി സെറ്റപ്പ് ഇല്ലാത്തത് മഴയില്ലാത്തതുകൊണ്ട്. ആണോ? മഴ ഉണ്ടെങ്കിൽ ഇത്രയും വലിയ വെള്ളച്ചാട്ടം കേരളത്തിൽ വേറെ ഇല്ല. നമ്പർ 1 ശരിക്കും അടിയായി നമ്മള് വേർത്ത് കുളിച്ചു. ഇവിടെ പക്ഷെ കുളിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. മേലെ ആണെങ്കിൽ കുളിക്കാൻ പറ്റും. ബട്ട് നമ്മൾ ഓൾറെഡി വേർത്ത് കുളിച്ച സ്ഥിതിക്ക് നമുക്ക് കുളി വേണ്ട. അതുമില്ല, ഇങ്ങനൊരു യാത്ര വരും എന്നുള്ള ഞാൻ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് ഈ ഡ്രസ്സിൽ കംഫർട്ട് അല്ല. എന്റെ പാന്റൊക്കെ കീറി. ഒരെണ്ണം ഇവൻ ചവിട്ടി കീറി, രണ്ടാമത്തെ കാലി ചവിട്ടി കീറി. സത്യം, ഞാൻ എന്തിനു കള്ളം പറയേണ്ട കാര്യം. രണ്ടാമത്തേത് ഞാൻ സമ്മതിച്ചല്ലോ. ഞാൻ എന്റെ സത്യത്തിൽ ഉറച്ചിക്കൂടാ.
അല്ല എനിക്ക് നീയാണ് ഈ നിലപാടിന്റെ രാജകുമാരി. അതെ. ഞാനൊരു നിലപാടിന്റെ രാജകുമാരൻ എന്ന് പലരും പറയാറുണ്ട്. SP ബാലസുബ്രഹ്മണ്യത്തിന് എനിക്കറിയാവോ? തുപ്പി കാണിക്കട്ടെ? വേണ്ട. അങ്ങനെ നമ്മള് മകളോട് കേറാണ്. ഇനിയിപ്പോ ഇറങ്ങി വന്ന പോലെ കേറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് ഇനി നീ ഇതും പൊക്കി പിടിച്ചോണ്ടാണ് നീ മുകളിൽ കയറാൻ പോകുന്നെങ്കിൽ 100% അറ്റാക്ക് വരും നിനക്ക്. അതുപോലെ കേറാനുണ്ട്. അതല്ല, അതുപോലെ നമുക്ക് കേറാനുണ്ട്. ഇനി അത്രയും ദൂരം കേറാനുണ്ട്. എന്റെ ഫോൺ നീ പൊക്കറ്റിടോ? ഈ കാക്കാനെയൊക്കെ നിന്ന് തന്നെ അംഗീകരിച്ചു നോക്ക്. സത്യം. കാക്കാരെ പ്രായത്തിൽ കയറി വരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് എന്നെ ആലോചിക്കുമ്പോഴത്തേക്ക് സങ്കടം വരുന്നത്. ഇവരൊക്കെ ആ മകളിന്ന് കയറി താഴെ എത്തി തിരിച്ചും പോയി. എന്നിൽ എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ല. എനിക്കില്ല. അയ്യോ, അപ്പൊ കാണാം ഗൈസ്. ഓക്കെ, പോകുന്ന വഴി കാണാം ഗൈസ്. തീർന്നില്ല. പയ്യെ കേറണേ. ഈ വഴി കൂടെ എങ്ങനെ കേറില്ലേ? അടിയായോ? സത്യം വൊമിറ്റ് ചെയ്യാൻ വരുന്നു ഇപ്പൊ തന്നെ. ഞാൻ അനുഭവിച്ചോ. ഞാൻ അന്ന് വരുമ്പം അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. അതായത് ഒന്ന് മഴക്കാലമായിരുന്നു. എനിക്കൊന്ന് ജൂൺ ജൂലൈ അടിപൊളിയാടാ, സൂപ്പർ. വഴിയില്ലേ? എന്ത് നിന്റെ മുഖം എന്താ എങ്ങനെ ഇരിക്കുന്നത്? വയ്യാത്ത പട്ടി കയ്യാലെ കയറുന്നുണ്ടോ നീ? അത് നിന്നെ ഉദ്ദേശിച്ച? ഞാൻ അറിഞ്ഞില്ല ഇത്രയും കേറാനുണ്ട്. ഞാൻ നിന്നോട് അപ്പഴേ പറഞ്ഞല്ലേ ഇത് ഒരുപാട് കേറാനുണ്ടെന്നോ. ചത്ത് ഞാൻ ഇത്രയൊന്നും കഷ്ടപ്പെട്ടിട്ടില്ല. ഇത് ഇത്തിരി പിടിച്ചേണേ. മോളെ അനുരാധേ, എങ്ങനെയുണ്ട്? നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് നടന്നാ നമ്മൾ എത്തില്ല. ഓ ഗുരുവേ. നടപ്പിളകി. ഇനി കുറച്ച് വിശ്രമം ആവാം. ഞാൻ ഇവിടെ ഇരിക്കാം, നല്ല വെളിച്ചമുണ്ട്. നല്ല ഐസിടാൻ പറഞ്ഞോ? ഫാൻ ഉണ്ട്, പക്ഷെ കാറ്റ് വരുന്നില്ല. ഇത് കുടിച്ചിട്ട് ഇവിടെ നിന്ന് വിടണം. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇനി നെക്സ്റ്റ് നമ്മളൊരു മൂവിക്ക് പോവാണ്. അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരെ വീട്ടിലോട്ട്. അത് കഴിഞ്ഞാലേ ഞാൻ ഈ വ്ളോഗ് അവസാനിപ്പിക്കത്തുള്ളൂ. ദിവസം വരട്ടെ. ഐസ് കുറവാ, കുറച്ചുകൂടെ വേണം ഐസ്. നല്ല തണുപ്പുണ്ട്. തൊണ്ടയിലൊന്നും ഇറങ്ങുന്നില്ല തണുപ്പ് കാരണം. സ്വർഗം. ചത്തോന്ന് വിചാരിച്ചിരുന്നു. പറഞ്ഞില്ലേ ഭയങ്കര റിസ്ക് ആണ് നടപ്പ്. ഇത്ര റിസ്ക് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. കാരണം ഇപ്പൊ 2-3 days മുന്നേ വാഗമൺ മൂന്നാറൊക്കെ പോയതാ. കൊറേ നടക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ അത്രയും വിചാരിച്ചില്ല ഇവിടെ. എന്താ പറഞ്ഞ 2 കിലോമീറ്റർ ഈ താഴത്തോട് നടക്കണ തിരിച്ചു കയറുമ്പോ നിന്റെ പാത കണ്ടിക്കും എന്ന് ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞോ. എനിക്കറിയാതെ ഇളകി. അങ്ങനെയല്ല, എനിക്ക് ഈ സാധനം പാണ്ട ഇഷ്ടമാ. എന്റെ ഫേവറേറ്റാ. 250 ചേട്ടൻ 150 രൂപയ്ക്ക് വരുമ്പോ. അല്ല ഫൈനൽ റേറ്റ് പറ. ശരി, ബാർഗൈൻ ചെയ്യാതെ നമ്മള് സാധനം മേടിക്കുവോ? 150 രൂപ. അയ്യോ, അത് അത്ര ചെറുതാണോ? ഞാൻ പാണ്ട ചോദിച്ചോണ്ടാണോ? 150 രൂപയ്ക്ക് ഇറങ്ങും കേട്ടോ. ഇതൊക്കെ നമ്മുടെ അവിടെ 150 രൂപ ഉള്ളൂ. ചേട്ടൻ എന്താണ് ഞങ്ങൾ അവിടെ പോയി വാങ്ങിച്ചോന്ന്? നമുക്ക് കൊണ്ട് കുറച്ച് തരും. അത്രയും കഴിക്കുമോ നമ്മള്? ഇത് തന്നേരെ, ഇതിനകത്തിട്ടോ. ഒന്ന് ഇളക്കി വിട്ടേരെ. പൊടി കുറച്ചു കേട്ടോ. പൊടി നമ്മുടെ ഫേവറേറ്റ്. ഇത് കഴിച്ചില്ല ഒരു കുറവ് വേണ്ട. അപ്പൊ കറക്റ്റ് ആയില്ലേ? അതെ, എല്ലാം എടുക്കും. അല്ലല്ല, ഞാൻ ഫേസ് എടുക്കൂല. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഫേസ് ഒന്നും അങ്ങനെ ആരുടെ എടുക്കാറില്ല. നാളെ ചേച്ചി ഫേമസാ, കച്ചവടം കൂടും. ചുമ്മാ ഞാൻ ഫേസ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. ഇവിടെ ഇഷ്ടമുണ്ടോ?
യമ്മി. എമ്മയല്ല, അതിന് പണ്ടോട്ടം ഉണ്ടല്ലോ എന്റെ വീക്ക്നെസ്. ഇത് കൊള്ളാം. എന്റെ കണ്ണാടി കേട്ടോ, അതൊക്കെയോ എന്റേതാവൊന്നും പറയല്ലേ. ഇത് ജന്ന ഷേസുടെ ഇത് അല്ല, ഇത് കൊള്ളാല്ലേ. അതെ, ചെറിയ മധുരവും ഉണ്ട്. ആ മധുരത്തിന്റെ കൂടെ എരിവും കൂടി കയറുമ്പോൾ ഒരു പ്രത്യേക രുചിയുണ്ട്. സത്യം. പച്ചമാങ്ങ അല്ല, ചെറിയ മൂത്ത മാങ്ങയാ. മൂത്ത മാങ്ങ. നമ്മള് വന്നപ്പോ നമ്മുടെ കാർ ഇടാൻ വേണ്ടിട്ട് സ്പേസ് ഇല്ലാണ്ട് നമ്മളെ വണ്ടിന്റെ പകുതി വെളി കിടക്കുക. ഇപ്പൊ നോക്കിക്കേ, ഒറ്റപ്പെട്ട് ആരും ഇല്ലാണ്ട് നിസ്സഹായാവസ്ഥ. എന്തായിരുന്നു? നിസ്സഹായ അവസ്ഥ. അത് ആ അവസ്ഥയിൽ നമ്മുടെ കാർ കിടക്കുകയാണ്. ലോൺലിനെസ്സിലാ പാവം. അവിടെ നോക്ക്, ഇവിടെ ചേച്ചിയൊക്കെ ഓടി വന്നിട്ടോട് ഇങ്ങനെ വെക്കാൻ പറ്റില്ല, താഴത്തോട്ട് ഇറക്കിയിട. അതിൽ നിന്ന് ഇപ്പൊ നോക്കുന്നീ. അതെ, നമ്മളെ വണ്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ ഗൈസ് അവസാനിപ്പിക്കുന്നു. അതല്ലേ, അപ്പൊ ഗൈസ്